6 ലക്ഷം രൂപയ്ക്ക് 2014 വണ്ടി. നമ്പർ ആയ വണ്ടിയാണ്. നമ്പർ ആയതാണ്. ആ പേപ്പർ ആക്കിയ വണ്ടിക്കാണ് നിങ്ങൾക്ക് 6 ലക്ഷം രൂപ 14 മോഡലല്ലേ? എവിടെയും കാണും. ഞാൻ കഴിഞ്ഞ ഒരു 5-8 മാസങ്ങളിൽ ഫസ്റ്റ് വണ്ടിയെ കാണും. ഇൻവെർട്ടർ ഇതൊരു പാർക്ക് ആൻഡ് സെയിൽ ഇട്ട വണ്ടിയാണ്. 2010 മോഡലാണ്. 1140 വിത്ത് കേരള നമ്പർ. ശരിടാ. അപ്പൊ ഇതിനൊന്നും വിലയിലുണ്ടായോ? നല്ല ഓഫർ പ്രൈസ് ആണ്. അടിപൊളി. ഇതോ ഇത് നമുക്ക് ഒരു 540 കൊടുക്കാം. VDI ഡീസൽ 540 അല്ലേ? ഓക്കെ. 11 മോഡൽ വണ്ടി 31 വരെ പേപ്പറോട് കൂടിയിട്ട് 735. ഒരു 50,000 രൂപ എക്സ്ട്രാ ബ്ലാക്ക് ആക്കി തരും. ബ്ലാക്ക് ആക്കി കൊടുക്കും. 210 2010 സിംഗിൾ ഓണർ. യാതൊരുവിധ റീപ്ലേസും ഇല്ല. ക്വാളിറ്റി വണ്ടി. ശരി. എന്താ വില? ഒരാഴ്ച ഉപയോഗിച്ചിട്ട് വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് തിരിച്ചതേ മാതിരി കൊണ്ടുവരാം. CVT ഓട്ടോമാറ്റിക് CNG വരും. 2 ലക്ഷം രൂപ കൊടുക്കാം. 2 ലക്ഷം രൂപയ്ക്ക് ആ സിറ്റീസ് കണ്ടീഷനിൽ ഇട്ടോ. ഗ്യാരണ്ടി വാറണ്ടി ഒന്നുമില്ല വണ്ടി. ഏറ്റവും വില കുറച്ച് കുറേയധികം വണ്ടികൾ നമ്മൾ എപ്പോഴും കാണിക്കാറുള്ള ഒരു ഷോറൂമാണ് നമ്മുടെ PMA കാർസ് എന്ന് പറയുന്നത്. PMA കാർസിൽ ഇപ്രാവശ്യം നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരുപാടധികം അതർ ബ്രാൻഡ് വണ്ടികളുണ്ട്. സാധാരണ നമ്മൾ ഇവിടെ വരുന്ന ഏറ്റവും കൂടുതൽ ഉണ്ടാവാനുള്ളത് നമ്മുടെ ഈ ഇന്നോവ ക്രിസ്റ്റ ടൊയോട്ടയുടെ വണ്ടികളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവാനുള്ളത്. ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് കുറച്ച് അതർ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ബ്രാൻഡിലുള്ള ഒരുവിധം വണ്ടികളെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. കുറേ സെഡാൻ ഉണ്ട്, SUV ഉണ്ട്, ഹാഷ് ബാക്ക് ഉണ്ട്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഫോർച്യൂണർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ പിന്നെ ഏറ്റവും വില കുറച്ചിട്ട് ഈ പറഞ്ഞ ചില വണ്ടികൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഇവിടെ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുമാത്രം വണ്ടികൾ ഇവിടെ അടുത്ത് വരുന്നതാണ്. പിന്നെ ഈ ബാക്കിയുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് എക്സ്ചേഞ്ച് വരുന്ന വണ്ടികളാട്ടോ. അപ്പോൾ പർച്ചേസ് ചെയ്യുന്നതൊക്കെ കുറവായിട്ട് പിന്നെ എക്സ്ചേഞ്ച് വരുന്ന വണ്ടികളാണ്. അപ്പോൾ നല്ലൊരു ടൊയോട്ട വണ്ടിയാണ് നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് നല്ലൊരു വണ്ടി കിട്ടും. അതുപോലെ തന്നെ എക്സ്ചേഞ്ച് വന്ന വില കുറഞ്ഞ വണ്ടികൾ വേണമെങ്കിൽ അതും കിട്ടും. മെയിനായിട്ട് പറയേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള വണ്ടികൾ. ഇപ്പോൾ ലേശം ക്വാളിറ്റി കുറവുണ്ട്, അത് നിങ്ങളോട് ആ ക്വാളിറ്റി കുറവുണ്ടെന്ന് പറഞ്ഞിട്ടേ തരുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് വണ്ടികൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. കൂടുതലൊന്നും പറയുന്നില്ല. അൻവർക്ക് തന്നെ നമുക്ക് ഡീറ്റെയിൽസ് ഒന്ന് ചോദിച്ചു നോക്കാം. ഫുൾ വീഡിയോ ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് പറഞ്ഞുതരാം. കാരണം ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. 10-40 വണ്ടികളുണ്ട്. അപ്പോൾ മാക്സിമം സ്പീഡിൽ പറഞ്ഞു. നിങ്ങളൊരു കാര്യം ചെയ്താൽ എന്ത് ഡീറ്റെയിൽ വേണമെങ്കിലും ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതായത് നമ്മുടെ PMA കാർസിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇന്ന് വണ്ടികളുടെ ചാകരയുണ്ട്. ഈ കാണുന്ന വണ്ടികൾ മുഴുവൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്രാവശ്യം നമ്മുടെ ടൊയോട്ട വണ്ടികളെക്കാൾ കൂടുതൽ അതർ ബ്രാൻഡാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും അൻവർക്ക ഇപ്രാവശ്യം ഒരുപാട് വണ്ടികളല്ലേ? ഒരുപാട് വണ്ടികൾ എല്ലായിടത്തും കിട്ടാത്ത റേറ്റ് മാക്സിമം പൊട്ടിച്ചിട്ടുള്ള റേറ്റ്. അതായത് ഈ ഒരു വില എന്ന് പറയുന്നത് അങ്ങേ അറ്റം വില കുറച്ചിട്ടുള്ള. എവിടെ അന്വേഷിച്ചോട്ടെ, എവിടെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തോട്ടെ, ഫുള്ള് സർട്ടിഫൈ ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. അതായത് മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ലാന്ന് ഗ്യാരണ്ടി ഇല്ല. ഉള്ള വണ്ടികൾ നമ്മൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുക്കും. അതെ, അത് പറഞ്ഞിട്ട് തരുള്ളൂ. അപ്പോൾ എന്തായാലും ഫോർച്യൂണർ മുതൽ ചെറിയ സ്വിഫ്റ്റ് വരെ എല്ലാം ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്. ആദ്യത്തെ വണ്ടി നല്ല അടിപൊളി ഇന്നോവ ഇതേതാ മോഡല്? ഇത് 2014 മോഡൽ G4. 14. അതെ, ഇന്ന് നമ്മള് പിന്നെ ഓവർ ലാഗ് ആക്കിയ തീരൂല. ഇല്ല. ഡീറ്റെയിൽ പറയാം. 2014 G4 ഒന്ന് അയച്ചു കൊടുക്കട്ടോ. G4 വണ്ടി ക്വാളിറ്റി വണ്ടി, വലിയ കുഴപ്പമില്ലാത്ത വണ്ടി, ചെറിയ തട്ടുപൊട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. 6 ലക്ഷം രൂപ കൊടുക്കാം. 6 ലക്ഷം രൂപയ്ക്ക് 2014 വണ്ടി. നമ്പർ ആയ വണ്ടിയാണ്. നമ്പർ ആയതാണ്. ആ പേപ്പർ ആക്കിയ വണ്ടിക്കാണ് നിങ്ങൾക്ക് 6 ലക്ഷം രൂപ 14 മോഡലല്ലേ? ഫോർച്യൂണർ ഇതാണെങ്കിലോ? ഇത് 2011 മോഡല് നമ്പർ ആയ വണ്ടി. ഇനി വേണമെങ്കിൽ പുതിയ പേപ്പർ നമ്മൾ എടുത്തു കൊടുക്കാം. ശരി. 7,30,000 2031 വരെ പേപ്പർ എടുത്തിട്ട് 11 മോഡൽ വണ്ടി 31 വരെ പേപ്പറോട് കൂടിയിട്ട് 735. 730 ഒരു 50,000 രൂപ എക്സ്ട്രാ ബ്ലാക്ക് ആക്കി തരും. ബ്ലാക്ക് ആക്കി കൊടുക്കും. അടിപൊളി. ഏത് വേണം ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 2014 മോഡല്. 14 അതെ. 2 വീൽ ഡ്രൈവ് മാനുവൽ 1 ലക്ഷം കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി. അതെ അല്ലേ? അതെ. എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ് ഒന്നും ഇല്ല. മെയിൻ ഗ്ലാസ് അടക്കം ഒറിജിനൽ. ഇത് നമുക്ക് എന്താ വില? ഇത് നമ്മൾ 11,40,000 കേരള നമ്പർ ആക്കി കൊടുക്കും. 1140. അതെ. ഒരു മിനിറ്റ്, 14 വണ്ടിയാ? 14 2 വീൽ മാനുവൽ 1 ലക്ഷം കറക്റ്റ് ഓടിയ വണ്ടി. 14 2 വീൽ മാനുവലിന് 1140 വിത്ത് കേരള നമ്പർ. ശരിടാ. അപ്പൊ ഇതൊന്നും ഒരു വിലയിലുണ്ടായോ? നല്ല ഓഫർ പ്രൈസ് ആണ്. അടിപൊളി. ഇത് 14 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് കറക്റ്റ് 1,35,000 എല്ലാ 5,000 സർവീസില്ല, ഒരു റീപ്ലേസ്മെന്റും ഇല്ലാത്ത ക്വാളിറ്റി വണ്ടി. കിളിക്കുഞ്ഞു വണ്ടി അല്ലേ? വണ്ടി. അതായത് കിലോമീറ്റർ പക്ക ജെനുവിൻ. ഓരോ 5,000 14 മുതൽ 25 വരെ സർവീസ് ഉള്ള വണ്ടി. അടിപൊളി. ഇത് നമുക്ക് എന്താ വില? ഇത് 14,25 ചോദിക്കണം. എന്തെങ്കിലും അഡ്ജസ്റ്റ് ആയി 14.4 ലക്ഷം അല്ലേ? അത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് കൂടിയാണ്. ഒരു റീപ്ലേസും ഇല്ലാത്ത ക്വാളിറ്റി വണ്ടിയാണ്. അതെ. ഇനി അങ്ങോട്ട് വരുന്നത് മുഴുവൻ ചെറുവണ്ടികളാണോ? ഇത് 2010 സ്വിഫ്റ്റ് VDI ഡീസൽ. 2010 അല്ലേ? 2030 വരെ പേപ്പറുള്ള വണ്ടി. 2030 വരെ പേപ്പർ ഉണ്ട്. ഇത് നമുക്ക് ഇതൊക്കെ ഈ ബ്ലാക്ക് ഇതൊക്കെ ഒന്ന് പെയിന്റ് ഒക്കെ ടച്ച് ചെയ്ത് ഒറിജിനൽ ബ്ലാക്ക് തന്നെയാണ്. നമ്മൾ ചേഞ്ച് ചെയ്ത് ചെറിയ ടച്ചപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല റിന്യൂവൽ ഒക്കെ എടുക്കാൻ വേണ്ടി ഒന്ന് വൃത്തിയാക്കി. എന്താ വില? ഇത് 2,10,000 കൊടുക്കാം. 2,10 കൊടുക്കാം. അതെ. ഓക്കെ. അപ്പൊ എന്തായാലും അത് മോഡൽ ഏതായിരുന്നു പറഞ്ഞേ? 2010 മോഡൽ 210. 2010. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 2011 മോഡൽ VL ഓട്ടോമാറ്റിക്, ചെറിയ ബഡ്ജറ്റ് ഓട്ടോമാറ്റിക് നോക്കുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ നമുക്ക് CNG ആഡ് ചെയ്ത് കൊടുക്കുക. 45,000 50,000 നല്ല മൈലേജ് കിട്ടും. നല്ല മൈലേജ് 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. 80 രൂപ അടിച്ചു. ഇത് 11 മോഡൽ 2031 വരെ പേപ്പർ എടുത്തിട്ട് നമുക്ക് ഈ വണ്ടി കൊടുക്കാം 3,25,000. 3,25 കേരള നമ്പർ വെച്ച് തരും. പെട്രോൾ ഓട്ടോമാറ്റിക്. ഇതാണെങ്കിലോ? ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് തന്നെ 2012 വേർണ. 6 എയർ ബാഗ് വരുന്ന ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വണ്ടി. 2,40,000 കൊടുക്കാം. 2,40 പെട്രോൾ ഓട്ടോമാറ്റിക് എടുക്കാം. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 2016 ഇയോണ് ഡിലൈറ്റ് പ്ലസ്.
ഈ വണ്ടി നമുക്ക് 1,65,000 കൊടുക്കാം. 16 വണ്ടി 1,65,000. അത് നെഗോഷ്യബിൾ ആവൂലേ? ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്ത് വെക്കാം. ഇനി SX4 ഇത് 2011 മോഡലാണ്. ചെറിയൊരു ഇഞ്ചൻ വൈറ്റ് സ്മോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. നോസിന്റെ അതൊക്കെ നമ്മൾ റെഡി ആക്കി റെഡി ആക്കി കൊടുക്കാം. ഈ കണ്ടീഷനിൽ വേണമെങ്കിൽ കണ്ടീഷനിൽ കൊടുക്കാം. ഈ കണ്ടീഷനിൽ 1,80,000 കൊടുക്കാം നമുക്ക്. 1 ലക്ഷം രൂപയ്ക്ക് 1,80,000. 1,80,000 അല്ലേ? 2011 വണ്ടി. അത് വേറെ കാര്യം, ഡീസലാണ്, നല്ല മൈലേജ് ഉള്ളത്. മൈലേജ് കിട്ടും. ഇനി ഇതാണെങ്കിലോ? ഇത് 2010 ഒരു ആവറേജ് വണ്ടിയുള്ള ഫിയസ്റ്റ് ആണ്. ചെറിയ കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ നോക്കിയിട്ട് എടുക്കാം. തട്ടുപിട്ട് പണിയൊക്കെ ചെയ്ത് അങ്ങ് ഓടിച്ചു പോവാ. 90,000 ഉള്ള റേറ്റ്. ഒരു ആവറേജ് വണ്ടിയുള്ള നല്ലൊരു കണ്ടീഷൻ ഒന്നും നമ്മൾ പറയണില്ല. അതാണ് ഉള്ള പോലെ പറഞ്ഞു. ഇത് ഒരു ആവറേജ് വണ്ടിയുള്ള 2012 ആയിട്ട് അതൊക്കെ എക്സ്ചേഞ്ചിൽ വരുന്ന വണ്ടി നമ്മൾ എടുക്കാൻ പറ്റൂലല്ലോ. അപ്പൊ നല്ലൊരു കണ്ടീഷൻ വണ്ടി നമ്മൾ ഒരിക്കലും ഇത് പറയണില്ല. ഒരു ആവറേജ് വണ്ടി 2012 മോഡൽ. അത് പേപ്പറൊക്കെ പക്കല്ലേ? പേപ്പറൊക്കെ എടുത്ത വണ്ടി. ഓട്ടോമാറ്റിക് CNG ഉള്ള വണ്ടി. CVT ഓട്ടോമാറ്റിക് CNG വരും. 2 ലക്ഷം രൂപ കൊടുക്കാം. 2 ലക്ഷം രൂപയ്ക്ക് ആ സിറ്റീസ് കണ്ടീഷനിൽ കിട്ടും. ഗ്യാരണ്ടി വാറണ്ടി ഒന്നും ഇല്ല വണ്ടിക്ക്. ഇനി ഇതാണെങ്കിലും സ്വിഫ്റ്റ്. ഇത് 2012 295 കൊടുക്കാം. 295 12 വണ്ടി. VDI നല്ല വൃത്തിയുണ്ടല്ലോ. ഓണർഷിപ്പ് വണ്ടി, കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. അതല്ലേ? അതെ, മോശമൊന്നുമില്ല കേട്ടോ. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഇല്ലല്ലോ? ഇല്ല. മേജർ ഇതൊക്കെ ഒന്നിന് പുറത്തൊക്കെ ഓടി ഉണ്ടാവും. നിങ്ങൾ ഈ കിലോമീറ്റർ ഒന്നും പറയാത്തതൊന്നും കറക്റ്റ് ഹിസ്റ്ററി ഒന്നും ഉണ്ടാവില്ല. ചിലതൊന്നും കറക്റ്റ് ഉണ്ടാവില്ല, ചിലത് കറക്റ്റ് ഉണ്ടാവും. ഇത് 2018 മോഡൽ. 18 ഡീസൽ അല്ലേ? സോറി 19 ഡീസലാ? ഡീസൽ. അടിപൊളി. ഇത് നമുക്ക് ഒരു 540 കൊടുക്കാം. VDI ഡീസൽ 540 അല്ലേ? ഓക്കെ. ഇനി അത്യാവശ്യം എന്താ, ഇത് മോശമൊന്നുമില്ല, വണ്ടി അത്യാവശ്യം ക്ലീൻ ആണ്. പിന്നെ ഈ വെന്റ് ആണെങ്കിലോ? ഇത് വെന്റ് മിഞ്ഞാന്ന് വന്നാണ്. ഒരു ടച്ചപ്പ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഒരു ചായ പൈസ കൊടുക്കും. 1,30,000 12 വെന്റ് കൊടുക്കും. 12 മോഡൽ വെന്റോ? അതും ഫുൾ ഓപ്ഷൻ വണ്ടി. ഹൈലൈൻ ആണ്. നിങ്ങൾക്ക് 1,30,000 ആ സിറ്റീസ് കണ്ടീഷനിൽ. ഈ കണ്ടീഷനിൽ ഒന്ന് കഴുകി കൊടുക്കും. നിങ്ങൾ കഴുകി കൊടുക്കാം നമുക്ക്. ഓക്കെ. ഇത് 2007 G4. 7 G4. 260 കൊടുക്കാം. 260 2007 വണ്ടി അല്ലേ? ഇതിപ്പോ ഒരു 10-50 രൂപ നിങ്ങൾ ടൈപ്പ് 4 ആയി കൊടുക്കും. അതൊക്കെ കൊടുക്കും. 50 വേണ്ട, 40 രൂപ മതി അല്ലേ? അതുപോലെ തന്നെ 2007 V 260. 2007 V 260. ഓക്കെ. ഇതൊന്നും കിലോമീറ്റർ ഒന്നും പറയാത്ത കിലോമീറ്റർ നോക്കിയിട്ട് കാര്യമില്ല. ഇന്നോവ അല്ല, 10 ലക്ഷം വരെ എവിടെയും ഒരു കുഴപ്പം പറ്റില്ല. അതെ. 10 ലക്ഷം കഴിഞ്ഞാലോ? അതും ഒരു കുഴപ്പമില്ല. 10 ലക്ഷം പറഞ്ഞ വണ്ടികളൊക്കെ ഉണ്ട്. ഇതാണെങ്കിലും BMW ആണ്. പേരിന് BMW ഉണ്ട്. എന്നാലും ചെറിയ പണികളൊക്കെ എടുക്കാണ്ട്. AC വർക്ക് ചെയ്യണില്ല. പിന്നെ സൺറൂഫ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ സിറ്റീസ് കണ്ടീഷനിൽ 260 കൊടുക്കാം. 260 ചോദിച്ച് കാലിയൊക്കെയാണ്. അതാണ് ആ സിറ്റീസ് കണ്ടീഷൻ എന്ന് പറഞ്ഞത്. ഈ വണ്ടി ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ വിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ആ സിറ്റീസ് കണ്ടീഷനിൽ. 2006 മോഡൽ. 2006 വണ്ടിയാണ്. നിങ്ങൾക്ക് 5 സീരീസ് 260 ഫിക്സഡ് പ്രൈസ് ആണ്. ഞാൻ 3,70,000 ക്യാഷിന് വാങ്ങിയ വണ്ടിയാണ്. വേറെ കേസില്ലേ? വേണമെങ്കിൽ പാർട്സ് ഒക്കെ ആയാലും കൂടുതൽ വില. ഗിയർ ബോക്സ് ഒക്കെ വർക്കിംഗ്, എല്ലാം വർക്കിംഗ്. ഓക്കെ. അപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ, വന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. ഇത് 11 വണ്ടി ക്ലിക്ക് അടിപൊളി വണ്ടി. ഡിസയർ VDI സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. നല്ല വണ്ടി, ഒരു റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. ഇത് നമ്മള് പിന്നെ പുതിയ പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് 2,30,000 കൊടുക്കാം. 2,35 പുതിയ പേപ്പർ എടുത്ത് കൊടുക്കാം. അത് നല്ല നീറ്റ് ആട്ടോ. നല്ല നീറ്റ് വണ്ടി. ശരി. അതുപോലെ തന്നെ ഇതോ? ഇത് 2010 മോഡൽ. 10 ആണ്. ഇതും ഒരു ആവറേജ് വണ്ടി, നല്ലൊരു വണ്ടി നമ്മൾ ഒരിക്കലും പറയില്ല. അതെ. 90,000 രൂപ കൊടുക്കും. 90 രൂപയ്ക്ക് അല്ലേ? അടിപൊളി. അത് ഫോർഡിന്റെ ഫിയസ്റ്റ തന്നെയാണ്. ഇത് വലിയൊരു കുഴപ്പമില്ല. 2015 85 ആണ് കേട്ടോ. നല്ല മൈലേജ് 4,45 ചോദിച്ചിരുന്ന വണ്ടിയാണ്. ഇത് നമ്മൾ 4 ലക്ഷം രൂപ കൊടുക്കും. 4 ലക്ഷം രൂപയ്ക്ക് 2015 85 സെക്കൻഡ് ഓണർ. ഒരു റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. ഒരു റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. അതായത് ഇതാണെങ്കിലോ? ഇത് 12 ഒറിജിനൽ കേരള സെക്കൻഡ് ഓണർഷിപ്പിൽ. 12 ആണ്. നല്ല അടിപൊളി അലേവിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല അലേവിയിൽ 10,45,000 രൂപ അലേവിയിൽ കാര്യങ്ങൾ. ടയറൊക്കെ പുതിയതാണ്. ഇത് 3,4 ലക്ഷം രൂപ കൊടുക്കും. കിലോമീറ്റർ ഒരു 1 സംതിങ് അധികം കാണിക്കണേ. ജനുവനാണ് നമ്മൾ പറയണില്ല. ശരി. അതുപോലെ തന്നെ അടുത്തത് നമ്മൾ 2010 അക്കോർഡ് ഡീസൽ പെട്രോൾ ഓട്ടോമാറ്റിക്. ഡീസൽ ഇല്ലല്ലോ? ഇല്ലല്ല. ഇതൊക്കെ നമ്മൾ 3,45,000 ചോദിച്ച വണ്ടിയാണ്. 3,20,000 രൂപ കൊടുക്കും. 2010 പെട്രോൾ ഓട്ടോമാറ്റിക്. പേപ്പർ എടുത്തിട്ട് നമ്പർ ആക്കി കൊടുക്കും. പുതിയ പേപ്പർ 2031 വരെ പേപ്പർ ഉണ്ടാവും. അടിപൊളി. അതേപോലെ തന്നെ ഇതും ഇതൊക്കെ 3,84 രൂപയ്ക്ക് ചോദിച്ച വണ്ടി 3,20 കൊടുക്കും. പുതിയ പേപ്പർ എടുത്തിട്ട് നമ്പർ ആക്കിയിട്ട്. 3,20,000 രൂപയ്ക്ക് ബ്ലാക്ക് അക്കോർഡ് പുതിയ പേപ്പർ എടുത്തിട്ട് നമ്പർ ആക്കി. കാണിച്ച വണ്ടികളൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ വരിക, വന്നിട്ട് മാക്സിമം ചെക്ക് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ പഴയ മോഡൽ വണ്ടി. വലിയൊരു മെക്കാനിക്കോ കാര്യങ്ങളൊന്നും നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരും. കൂടുതലും നമുക്ക് പറയാൻ കഴിയില്ല. എഞ്ചിന് ഇരുമ്പിന് ജീവൻ വെച്ച സാധനമാണ്. അത്രേ ഉള്ളൂ. നിങ്ങൾ ഇതൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ. അപ്പം എന്താ ഇപ്പൊ ഈ കാണിച്ച വണ്ടികളൊക്കെ നിങ്ങൾ വരിക, വന്നിട്ട് മാക്സിമം നോക്കിയിട്ട് എടുത്തോളൂ. എന്തെങ്കിലുമൊക്കെ കുറയാനുള്ളത് നിങ്ങൾക്ക് കുറച്ച് തരും. നമുക്ക് അറിയുന്ന അറിവുകൾ പറഞ്ഞു കൊടുക്കും നമ്മൾ. അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് പറ്റിക്കൽ വെട്ടിപ്പില്ല. അവിടെ ഒരു ക്രോസും കൂടി കാണിച്ചു തരാം. ഇതേതാ മോഡല്? 12 ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ മിസൈൽ ആട്ടോ. അതെ. നല്ല അടിപൊളി ഹെഡ്ലൈറ്റ് ഒക്കെ മാറ്റി. പ്രൈസ് ആണ് 2,40,000. 2,40,000 എടുക്കാം അല്ലേ? ഒരു പാർട്ടി പാർക്ക് ആൻഡ് സെയിൽ ഇട്ട വണ്ടിയാണ്. പ്രോപ്പർ വണ്ടി കണ്ടീഷൻ ആണോ? ഒരു ആവറേജ് കണ്ടീഷൻ. TUV
TUV 2016 T8 വോയിസ് മെയിലൊക്കെ ഉള്ള സംസാരിക്കുന്ന വണ്ടി. സീറ്റ് ബെൽറ്റ് ഇല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല അറിയും. അതായത് ഡോർ ഇറങ്ങണമെങ്കിൽ ഡോർ ഇറങ്ങുന്ന അറിയാം. എല്ലാം പറഞ്ഞു തരും. 2016 ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ഇത് കിലോമീറ്റർ ഒരു 15-16 മൈലേജ് കിട്ടും. 1 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണറാണ് വണ്ടി. യാതൊരുവിധ റീപ്ലേസും ഇല്ല. ക്വാളിറ്റി പറഞ്ഞ ക്വാളിറ്റി വണ്ടി. ശരി, എന്താ ഒരാഴ്ച ഉപയോഗിച്ചിട്ട് വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് തിരിച്ചതേ മാതിരി കൊണ്ടുവരാം. ഈ വണ്ടിന്റെ കാര്യത്തിൽ കേട്ടോ. ഈ വണ്ടിന്റെ കാര്യത്തിൽ മാത്രം ഉറപ്പുള്ളത് അങ്ങനെ പറയുള്ളൂ. ഇത് നമ്മളിവിടെ 440 ചോദിക്കുന്നത്. ചെറുതായിട്ട് എന്തെങ്കിലും 440 T8 അല്ലേ? T8 ബ്ലാക്കോ? ഇത് 18 മോഡൽ. മാക്സിമം ഫുൾ ഓൺ കിട്ടും വണ്ടിക്ക്. T6 ആണ് വണ്ടി. ബ്ലാക്ക് കളർ, സിംഗിൾ ഓണർ, 1 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടി. കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി. 1 ലക്ഷം കിലോമീറ്റർ. ഈ വണ്ടി നമുക്ക് ഒരു 4,40,000 കൊടുക്കും. 4,40,000 കൊടുക്കാം അല്ലേ? അതുപോലെ തന്നെ നല്ല XUV 2011-12 രജിസ്ട്രേഷൻ വണ്ടി. 11-12 എന്ന് പറയുമ്പോൾ XUV-യുടെ ഫസ്റ്റ് വണ്ടി. അതെ, 380 കൊടുക്കാം. ഈ കളർ ഇത് തന്നെ വരുന്ന W8 പച്ച കളർ. ഇത് കളർ കമ്പനി കളർ ആണോ? അതെ അല്ലേ? വില എന്താ പറഞ്ഞ? 380 കൊടുക്കാം. 380 2011-12 വണ്ടി അല്ലേ? കിലോമീറ്റർ ഒക്കെ ഒരു 1.5 കോടി 1.48 ഓടിയിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്തോളാം. അടുത്തൊരു കിടിലൻ സാധനം കേട്ടോ. നമ്മൾ അധികം എവിടെയും കാണാൻ കാര്യങ്ങളൊക്കെ ഇൻവേർട്ടർ ഒരുവിധം ഒരുപാട് ആൾക്കാർ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. എവിടെയും കാണും. ഞാൻ കഴിഞ്ഞ ഒരു 5-8 മാസങ്ങളിൽ ഫസ്റ്റ് വണ്ടിയെ കാണും. ഇൻവേർട്ടർ ഇതൊരു പാർക്ക് ആൻഡ് സെയിൽ ഇട്ട വണ്ടിയാണ്. 2010 മോഡലാണ്. 10 നല്ല സൈസ് ടയർ അലേവിലൊക്കെ ചെയ്തിട്ടുണ്ട്. വയനാട് വണ്ടിയാണല്ലോ, KL-12 ഇത് നമുക്ക് പുതിയ പേപ്പറൊക്കെ എടുത്തിട്ട് ഒരു 4 ലക്ഷം റുപ്യ നമ്മൾ ചോദിക്കുന്നത്. ചെറുതായിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ് 4 ലക്ഷം രൂപയ്ക്ക് എടുത്തോണ്ട് പോകാം. നല്ല പുത്തൻ ടയർ കിടപ്പുണ്ട്. പിന്നെ അത്യാവശ്യം എല്ലാ പരിപാടിക്കും പറ്റില്ല. ടൂ വീലല്ലേ? ടൂ വീലാണ്. അടുത്തത് മെയിൻസ് ആണ് ക്രിസ്റ്റ. ഇത് 2016 വണ്ടിയാണ്. 16 അല്ലറ ചില്ലറ ചെറിയ തട്ടുമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒറിജിനൽ കേരളമാണ്. അതായത് മേജർ ആക്സിഡന്റ് മേജർ ആയിട്ട് ചെറിയ തട്ടുമുട്ടൊക്കെ ഉണ്ട്. ഉള്ള പോലെ പറഞ്ഞിട്ട് തന്നെ കൊടുക്കണേ. മേജർ പ്രശ്നമില്ലല്ലോ. മേജർ ആയിട്ടൊന്നും ഉള്ളൂ. അങ്ങനത്തെ ഒന്നുമില്ല. നേരിട്ട് വന്ന് ചെക്ക് ചെയ്യാം. കമ്പനി വേണമെങ്കിൽ കമ്പനി കൊണ്ടുപോകാം. 16 Z ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള. അടിപൊളി. Z ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരളയും കൂടിയാണ്. അതെ. ഓക്കെ. 14 ലക്ഷം റുപ്യ കൊടുക്കാം. 14 ലക്ഷം രൂപ. ഓൾമോസ്റ്റ് ഒരു 10-16 ലക്ഷം രൂപ ഡീസലും കൊടുക്കാം. ഈ വണ്ടിക്കൊക്കെ ഈ വണ്ടിക്കാണെങ്കിൽ നമുക്ക് ഫുൾ ടാങ്ക് ഡീസലും കൊടുക്കാം. അങ്ങനെ ഉണ്ടല്ലേ? 14 ലക്ഷം രൂപ ഒറിജിനൽ കേരള, 16 Z ഓട്ടോമാറ്റിക് എടുക്കാം. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? അതും 16 Z ഓട്ടോമാറ്റിക് റീ ആണ് വണ്ടി. ഇത് റീ ആണ്. ഇതും 14 ലക്ഷം റുപ്യ കൊടുക്കാം. ഇത് പിന്നെ എന്തെങ്കിലും ആക്സിഡന്റ് ഇത് ചെറിയ തട്ടുമുട്ടൊക്കെ ഉണ്ട്. മേജർ പ്രശ്നമൊന്നുമില്ല. മേജർ ആയിട്ടുള്ളൊന്നുമില്ല. നിങ്ങൾക്ക് കമ്പനിയിൽ എവിടെ വെച്ചാൽ വണ്ടി ചെക്ക് ചെയ്യാം. വർക്ക്ഷോപ്പിൽ എവിടെ വെച്ചാൽ വണ്ടി ചെക്ക് ചെയ്യാം. ഇവിടെ വരുന്ന ഒരു 90% വണ്ടികൾ 90 അല്ല 95% പാർക്ക് ആൻഡ് സെയിൽ വണ്ടികളാണ്. ഓരോരുത്തർ വന്ന് കൊണ്ടുവന്നിട്ടുള്ള വണ്ടികളാണ്. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ബാക്കിയുള്ളൊക്കെ വർക്ക്ഷോപ്പിലൂടെ കൊണ്ടേ ചെക്ക് ചെയ്യാം. ഇത് ആസാം വണ്ടി 2018 ട്യൂണിംഗ് സ്പോട്ട്. ഏറ്റവും ഫുൾ ഓപ്ഷൻ 18 ടൂറിംഗ് സ്പോട്ട് മാനുവൽ വണ്ടി. എനിക്കൊന്ന് 18 തന്നെ ഇറങ്ങുമ്പോൾ 10-30 ലക്ഷം രൂപ വിലയില്ലേ? Z ഓട്ടോമാറ്റിക്കിലേറെ വിലയുള്ളൂ. ടാക്സും Z ഓട്ടോമാറ്റിക്കിലേറെ വരും. ഇതിപ്പോ പിന്നെ എന്താ നമുക്ക് NOC-ൽ 12.25 ലക്ഷം റുപ്യ കൊടുക്കാം. 3 ലക്ഷം റുപ്യന്റെ അടുത്ത് വരും. ഏകദേശം 15 ലക്ഷം രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും. 18 ടൂറിംഗ് സ്പോട്ട് എടുക്കാം. മോശമൊന്നുമില്ല. അത് നല്ല ക്വാളിറ്റി ഉണ്ട്. അടുത്ത നല്ലൊരു ഹൈ ക്വാളിറ്റി വണ്ടി. ഒരു മാസമാണെങ്കിൽ നമുക്ക് ഈ വണ്ടിക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. സിംഗിൾ ഓണർ സെക്കൻഡ് ഓണർ 90,000 കിലോമീറ്റർ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടി. ഇത് 18 മോഡൽ Z ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓണർ. 18 Z ഓട്ടോമാറ്റിക്. ഈ വണ്ടി നമുക്ക് കേരളത്തിലേക്ക് നമ്പർ ആക്കിയിട്ട് 18,25,000 കൊടുക്കാം. നമ്പർ ആക്കിയിട്ട് 18,25,000 കൊടുക്കാം. അടിപൊളി. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 2010 പുതിയ പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് 4,95 കൊടുക്കും. 4,95 പറഞ്ഞാലും ഇത് പറഞ്ഞ പോലെ പെയിന്റ് ഒക്കെ അടിച്ച് 2030 പേപ്പർ എടുത്തിട്ട് 4,95 കൊടുക്കും. 4,95 അല്ലേ? മോശമൊന്നുമില്ല. വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ്. അടുത്തത് സിൽക്കി ഇത് 2013 G4. പിന്നെ ഇത് ചെറിയ സ്കേട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കുഴപ്പമില്ലാത്തൊരു വണ്ടി. 6.5 ലക്ഷം റുപ്യക്ക് നമ്പർ ആക്കി 13 വണ്ടി. കേരളത്തിലെ 6,50 നമ്പർ ആക്കി കൊടുക്കും. അത് മാത്രമല്ല ഈ സ്കേട്ടിങ് ചെയ്ത വണ്ടി. ഇതൊക്കെ കിലോമീറ്റർ ഒന്നിന് പുറത്തൊക്കെ ഓടിയിട്ടുണ്ടാവും. അടുത്തത് 2013 തന്നെയാണ്. G4 ആണ്. അടിപൊളി വണ്ടിയാണ്. ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ കയറ്റി വണ്ടി. 6,90 ചോദിക്കണേ. ചെറുതായിട്ട് എന്തെങ്കിലും നമുക്ക് മാറ്റം വരും. 13 G4 6,90 അല്ലേ? ചെറിയ 40,000 രൂപന്റെ ടൈലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി. എല്ലാം ഉണ്ട്. നല്ല വൃത്തിയിൽ കാണാൻ. മേജർ പ്രശ്നമൊന്നുമില്ലല്ലോ. മേജർ ആയിട്ടുള്ളൊന്നുമില്ല. 13 V ആണ് വണ്ടി. 13V അന്നത്തെ ഫുൾ ഓപ്ഷൻ. ശരി. ഇത് 7,400 രൂപ ചോദിക്കണം. ചെറുതായിട്ട് എന്തെങ്കിലും മാറ്റം വരും. 7,20,000 അത് നെഗോഷ്യബിൾ ആണ് അല്ലേ? ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കും. അടിപൊളി. അപ്പൊ എന്തായാലും നമ്മൾ ഈ സമയം കൊണ്ട് ഇത് മുഴുവൻ പറഞ്ഞു നിർത്തൂ അല്ലേ? ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു. അതെ, നമുക്ക് ഇത്രയും വണ്ടികൾ ഇപ്പൊ നിലവിൽ ഇവിടെ അവൈലബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു. കൂടുതൽ വെറുപ്പിക്കാതെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പെട്ടെന്ന് പറഞ്ഞു തീർത്ത്. അതെ, അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കൂടുതൽ ആൾക്കാർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു. പിന്നെ ആരെങ്കിലും കോൺടാക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചോദിക്കുന്ന ഫോട്ടോയും ഡീറ്റെയിലും അല്ലേ? അതെ ചോദിക്കും. അത് നമ്മൾ വാട്സാപ്പിൽ ഒരു ഹായ് അയച്ചാൽ അപ്പൊ തന്നെ ഒരു ലിങ്ക് വരാം. ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽ കിട്ടും. നിങ്ങളെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 150-200 കോൾ ഒരുമിച്ച് വരും. അപ്പൊ നമുക്ക് എടുക്കാൻ കഴിയില്ല. ഫോൺ എടുക്കുന്നത് വെറുതെ മതി. ഒരു ഹായ് വാട്സാപ്പിൽ അയച്ചാൽ അപ്പൊ തന്നെ ഒരു ലിങ്ക് വരും. ആ ലിങ്കിലാണ് ക്ലിക്ക് ചെയ്താൽ മോഡല്, വില, ഡീറ്റെയിൽ എല്ലാം നമ്മളെ ലൊക്കേഷൻ എല്ലാം കാണും. അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോട്ടെ. നമുക്ക് വൈൻഡപ്പ് ചെയ്തേക്കാം അല്ലേ? ഓക്കെ.
അപ്പോൾ എന്തായാലും നമ്മുടെ PMA കാർസിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളാണ് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരുന്നത്. നമ്മൾ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞു പോയത്, കാരണം ആരും ലാഗ് ചെയ്യേണ്ട. കാരണം വണ്ടിയുടെ മോഡലും ഡീറ്റെയിൽ നിങ്ങൾ അറിയുമ്പോൾ ഏതൊക്കെ വണ്ടികൾ ഇവിടെ ഉണ്ട് എന്ന് കാണിച്ചു തന്നുള്ളൂ. കൂടുതൽ എന്ത് ഫോട്ടോസും ഡീറ്റെയിൽസ് വേണമെങ്കിൽ വിളിച്ചാൽ മതി. ഓക്കെ, എല്ലാ സംഗതികളും അയച്ചു തരും. അതുപോലെ തന്നെ കാറ്റലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞല്ലോ കംപ്ലൈന്റ് ഉള്ളതുണ്ട് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കും. അതെ. ഈ ടൊയോട്ട വണ്ടികളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളല്ലേ, അതൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതാണ്. ഇതൊക്കെ എക്സ്ചേഞ്ച് അധികം വണ്ടികളും പാർക്കാൻ സെയിലാണ് നമ്മുടെ ഉള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളൊരു കാര്യം ചെയ്താൽ ആദ്യം എന്ത് ആവശ്യമുണ്ടെങ്കിലും അൻപുഖാനെ കോൺടാക്ട് ചെയ്തോ. ഇനിയിപ്പോൾ ഇവിടെ കിടക്കുന്ന വണ്ടിയാണെങ്കിൽ ഇനിയിപ്പോൾ പുറത്തുനിന്ന് വണ്ടി എടുക്കാൻ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പാർട്സ് വേണമെങ്കിൽ അങ്ങനെ അതൊക്കെ കൊടുക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് മൈൻഡപ്പ് ആണ്. കുറച്ച് റീൽസ് ഒക്കെ ഇട്ടിട്ട് കയറി കാണാൻ മറക്കണ്ട. അടുത്തൊരു കിടിലൻ വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും